ഹായ് സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മസാല തയ്യാറാക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ചനാദാൽ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 6-7 ഉണക്കമുളക്, 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി തണുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിനകത്തേക്ക് 2 ഉണക്കമുളകും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യുക. ഉണക്കമുളക് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല 1 ടീസ്പൂൺ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. 2 വലിയ വഴുതനങ്ങ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ വഴുതനയുമേൽ നല്ല രീതിയിലാകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ വഴുതനങ്ങയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണിത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല ഇപ്പോൾ നന്നായിട്ട് അതിൽ യോജിച്ച് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വയ്ക്കണം. അതിന് മുമ്പ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലായിടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.